ഏറ്റവും ഒടുവിലായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല ഇന്നലെ. ഇപ്പോൾ അടുത്ത ആഴ്ച കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടോ, വന്നത് ആത്മാർത്ഥതയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ ചർച്ച ചെയ്തത്. ഏതായാലും അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അവരുടെ ശ്രദ്ധപ്പെട്ടില്ലെങ്കിൽ സമയം കൊടുക്കാൻ പറ്റില്ല, അടുത്ത ദിവസം കാണുന്നു. ഇതൊരു മേഖല മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ മേഖലയിലും പണം നൽകാനുള്ളത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായി ആശാ സ്കീം വർക്കേഴ്സിൻ്റെ സമ്പ്രദായം വന്നിട്ട് 12 വർഷമായി. സ്കീമാണത്, സ്കീം തൊഴിലാളികളാണ്, ജീവനക്കാരാണ്, സ്കീം വർക്കേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളത് കഴിഞ്ഞ 2 പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിലും ഇപ്രാവശ്യം ജയ്സാൽമീറിൽ ചേർന്ന മീറ്റിങ്ങിൽ കേരളം ഉന്നയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതു ധനകാര്യ ആവശ്യങ്ങളെന്ന നിലയിൽ ആരോഗ്യമന്ത്രി സ്ഥിരമായി ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പണം അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യം കേന്ദ്ര ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള സഹമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു, അവരെ കണ്ടു. അവർക്കാണെങ്കിൽ പിന്നെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇവിടെ വന്നിട്ട് ഈ കാര്യം കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവിടെ വന്നിട്ട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിന് അറിയാം. പിന്നീട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ഉടനെ അങ്ങ് പൈസ എടുത്തൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വന്നതാണ്. ഞാനൊരു വ്യക്തിയെ പറയാനല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഈ വേട്ടക്കാരൻ്റെ ഒപ്പം നിന്ന് വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുകയും വേട്ടമൃഗത്തിന് ഒപ്പം ഒരേപോലെ ഓടാൻ കഴിയുകയും ചെയ്യുന്നുള്ള എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിനകത്ത് നിങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുന്ന കാര്യമാണ്, ഈ പല സ്കീമുകൾക്കുള്ള പണം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ്. പൊതുവിൽ ഈ റെഗുലറായിട്ടുള്ള അപ്പോയിൻമെൻറ്റും എംപ്ലോയ്മെൻറ്റും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ 12 ലക്ഷത്തോളം ആളുകളുടെ വേക്കൻസി കാലിയായി കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വശത്തുകൂടി ഉള്ള വേക്കൻസി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിലവിലുള്ള സ്കീമുകളെ തന്നെയുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. അങ്ങനൊരു കാഴ്ചപ്പാട് വരുമ്പോൾ ആ നിലപാട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സംയുക്തമായിട്ട് ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ കാര്യം കാണണം. ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉന്നയിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുന്നൊരു ഗവൺമെൻറ്, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗവൺമെൻറ്, ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി കൊടുക്കുന്നൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിനുള്ള നിലപാടെടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾ കുറേ കൂടി ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ അത് ചെയ്യുന്നില്ല ഈ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള കാര്യം ഇപ്പോൾ വസ്തുത ക്ലിയറായി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ വരും. എന്തായാലും ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നിട്ട് കാണാൻ പറ്റിയില്ല. അടുത്തൊരു ദിവസം വീണ്ടും അപ്പോയിൻമെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വന്ന് കാണും ഈ കാര്യങ്ങൾ പറയും. നിയമസഭയിൽ MP രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകിയ മറുപടിയിൽ ആശാ വർക്കേഴ്സ് നടപടിയിൽ കേന്ദ്രത്തിന് കൃത്യമായ രാഷ്ട്രീയമാണ് സമരം, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമരത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടായിട്ട് തന്നെ കാണാൻ പറ്റും. സമരത്തെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കുന്ന ആളുകളെ അല്ല ഇടതുപക്ഷം. ഇപ്പം നിങ്ങൾ സമരം ചെയ്താലും നിങ്ങളുടെ മീഡിയയുടെ കാര്യം ഉന്നയിച്ചായാലും നിങ്ങൾ ന്യായമായൊരു സമരം പറയുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ പിന്നെ പാർലമെൻറ്റിൽ നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ഒരു ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മിനിമം സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഉന്നയിച്ച അപൂർവ അംഗങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഓർമ്മയുണ്ടാവും. അതിനു മുമ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശമ്പള കമ്മീഷൻ ഈ മീഡിയയുടെ ഏത് കമ്മീഷനായിരുന്നു? ഒരു 10 വർഷം മുമ്പാണ്. ഞങ്ങളൊക്കെ MP-മാരായിരിക്കുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും അതിൻ്റെ പേരിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. പത്രപ്രവർത്തകർ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏത് മേഖലയിലും സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രശ്നം ഉന്നയിക്കുന്നവരാണ്. ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ഇന്നും ഒരു നിയമമില്ല. ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ഈ നിയമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഴയ പാർലമെൻറ്റ് രേഖ എടുത്ത് നോക്കിയാൽ മതി. അതിന് കൊടുത്തിട്ടുള്ള അതിന് സബ്മിഷൻ കൊടുക്കുകയും ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനത് ചെയ്യുന്ന വ്യക്തിപരമായിട്ടല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് 1000 രൂപ മാത്രമുള്ള മറ്റു പല സ്ഥലത്തും 1000, 1200 ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ശ്വാസം പൊട്ടിക്കുകയും ആകെ റവന്യൂ ചെലവിൻ്റെ 25% മാത്രമാണ് കേരളത്തിന് സെൻട്രൽ ഗവൺമെൻറ് ഭാഗമായിട്ട് കിട്ടുന്നത്. എന്നാൽ ഇന്ത്യൻ ശരാശരി 53%. ഈ വലിയ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യാതെ ഈ കാര്യങ്ങൾ എങ്ങനെ കാണാൻ പറ്റും? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ആകെ അവരുടെ റവന്യൂ ചെലവിൻ്റെ എടുത്താലും റവന്യൂ വരുമാനത്തിൻ്റെ എടുത്താലും 53% ഓൺ ആൻ ആവറേജ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇന്ത്യയിലെ ശരാശരി. കേരളത്തിൽ ഈ വർഷത്തെ കണക്ക് നോക്കുമ്പം 25% ഉള്ളൂ. അത്രയും കേരളത്തിനെ ശ്വാസം പൊട്ടിച്ചിട്ടും ഈ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള മേഖലകളെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് അധികമായി സഹായിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇതിനപ്പുറം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതി ഉണ്ടെന്ന് അവർക്കറിയാം. കേന്ദ്രം പണം നൽകുന്നത് അനുവദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ
ഈ സിസ്റ്റം ആകെ ഒന്ന് തകരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ രാഷ്ട്രീയ സമരം സംഘടിപ്പിക്കുന്നവർ. രാഷ്ട്രീയ സമരത്തിന് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും അതിപ്പുറത്ത്. ഞങ്ങൾ തൊഴിലാളികളുടെയും പിന്നെ ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളുടെ കാര്യത്തിനകത്ത് തമസ്കരിക്കുന്ന ആളുകളെ അല്ല. ഇന്നത്തെ ദിവസം പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ DA സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യുന്നവരാണ്. ഇതെല്ലാം ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ്. ഇപ്പോൾ സപ്ലൈകോയ്ക്ക് മാർക്കറ്റ് ഇൻട്രൊഡക്ഷന് കഴിഞ്ഞ ദിവസം പണം അനുവദിച്ചു, നെല്ലിന് പണം അനുവദിച്ചു, കാരുണ്യക്ക് 300 കോടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്തു. ഈ ഓരോ മേഖലയിലും കൊടുത്തുകൊണ്ടിരിക്കുക.